ഹലോ, ഞാൻ വിഷ്ണുവാണ്. ട്രിവിയൻ ഫുഡ് മാസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പൊങ്കാലയ്ക്കൊക്കെ തയ്യാറാക്കുന്ന തെരളിയപ്പത്തിന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, 750 ഗ്രാം ചമ്പാ പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഹലോ, നമ്മളിപ്പോൾ 2 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിനെ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഇപ്പോൾ അങ്ങനെ ഉള്ളത്. ഇതിന് ഏകദേശം പുട്ടിന് കണക്കായിട്ടാണ് നമ്മൾ പൊടിച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം ഒരു 1-2 മിനിറ്റ് നേരം പുട്ടിന് കണക്കായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ സ്റ്റൗവിൽ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചീനച്ചട്ടിയിൽ വറുത്തെടുത്തതാണ്. ഏകദേശം 1-2 മിനിറ്റ് വറക്കുമ്പോൾ തന്നെ ഒരുവിധം നന്നായിട്ട് കിട്ടും, ചൂടായിട്ട് കിട്ടും മാവ്. അതിനുശേഷം മാവ് തണുത്തതിന് ശേഷം അതിനെ നമ്മൾ എടുത്ത് മാറ്റിയെടുക്കുന്നതാണ് ഇപ്പോഴത്തെ അരിപ്പൊടി. നമ്മൾ കപ്പിൻ്റെ അളവിൽ പറഞ്ഞാൽ 6 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഹലോ, 750 ഗ്രാം ശർക്കരയാണ് നമ്മളിപ്പോൾ ചെത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 6 ഏലക്ക നമ്മൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയിലൊപ്പം പൊടിച്ചെടുത്തിരുന്നു, അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തെരളിയപ്പത്തിന് ആവശ്യമായ ഏലക്ക പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്താൽ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു മീഡിയമായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അത് ഇടുങ്ങിയ പാത്രങ്ങളിൽ ഇത് അരിയും എല്ലാം കൂടിയായിട്ട് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് പാടാണ്. ഒരുവിധം വട്ടമുള്ള, അതായത് നല്ല വിസ്താരമുള്ള പാത്രങ്ങളിൽ മാത്രമേ ഒരുവിധം മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഉരുളിയോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അതുപോലെ കുറച്ച് നല്ല വിരിഞ്ഞിരിക്കുന്ന പാത്രങ്ങളിൽ മാത്രമേ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് നേരെ എളുപ്പത്തിൽ ഇത് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഏകദേശം ഒരു പിടി ഉണക്കമുന്തിരി, അതായത് 40-45 എണ്ണം ഉണക്കമുന്തിരി കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. ഇനി ഇത് നമുക്കൊരു വിസ്ക് വെച്ചിട്ടോ കൈ വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഒരു മുഴുവനായിട്ടുള്ള പച്ച തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പഴം ചേർത്ത് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമ്മൾ തെരളിയപ്പത്തിനായിട്ട് മാവ് കുഴയ്ക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മളിപ്പോൾ നന്നായിട്ട് പഴുത്ത രസകദളി പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രസകദളി പഴം കൊണ്ട് മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം നമ്മളിപ്പോൾ ഒരു 8-10 രസകദളി പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത രസകദളി പഴമാണ് എടുക്കേണ്ടത്. പച്ചയായിട്ടുള്ളതാണെങ്കിൽ കറച്ച് വയ്ക്കും. നന്നായിട്ട് പഴുത്ത രസകദളിപ്പഴം, രസകദളി ഉപയോഗിക്കും, പാളയംതോടൻ പഴം ഉപയോഗിക്കും. പാളയംതോടൻ എന്ന് വെച്ചാൽ നമ്മുടെ മൈസൂർ പൂവൻ എന്നൊക്കെ പറയും. തിരുവനന്തപുരത്ത് പാളയംകോടൻ എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ പഴം അതിനനുസരിച്ച് പഴം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് ഇങ്ങനെ ഇടിച്ചു കുഴക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഒരു കയ്യിൽ നിൽക്കുന്ന കണക്കിന് ഈ ഒരു കണക്കിനുള്ള മാവ് എടുത്തിട്ട് ഒരു ഇല എടുത്ത് അതിൻ്റെ ഏകദേശം ഇതുപോലെ 1/4 ഭാഗത്ത് ഇത് വച്ച് ജസ്റ്റ് ഇങ്ങനെ മടക്കണം. അതുപോലെ വീണ്ടും മാവെടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് ഇതിനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് മടക്കിയെടുക്കുക. എന്നിട്ട് ഒരു ഈർക്കിൽ ക്ലീനാക്കി എടുത്തിട്ട് ഈർക്കിലിൻ്റെ ഈ അറ്റം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കണം. അതാണല്ലേ, ഇതുപോലെ നന്നായിട്ട് ഈർക്കിൽ ക്ലീനാക്കി എടുക്കണം. ചില സമയത്ത് നമ്മളെടുക്കുന്ന വയണയില തീരെ ചെറുതായിരിക്കും. ആ സമയത്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കോർത്ത് വെച്ചാലും കുഴപ്പമില്ല. അതിനുശേഷം ഈ 2 മാവിലും ഈർക്കിൽ കയറത്തക്ക രീതിയിൽ ഇതിങ്ങനെ കോർത്തെടുക്കണം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിൽ നിൽക്കുന്ന കണക്കിനുള്ള മാവ് എടുക്കണം. ആണല്ലേ, ഇതുപോലെ ഒരു കയ്യിൽ നിൽക്കുന്ന കണക്കിനുള്ള മാവ് എടുത്തിട്ട് അതിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞു പോയാലോ അല്ലെങ്കിൽ കുറച്ച് കൂടിപ്പോയാലോ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ മടക്കി വെച്ച് അതിൻ്റെ ഇലയുടെ തുമ്പ് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും ഏകദേശം
ഏകദേശം ഒരളവിൽ കുറച്ച് മാവ് എടുത്തിട്ട് അതിനിങ്ങനെ മടക്കി വെച്ച് തിരികെ ഇത് ഇങ്ങനെ എടുത്ത് ഈർക്കിൽ ഈ ഇലയുടെ അറ്റത്തുകൂടി ഈ മാവിലെ രണ്ട് മാവിലും, അതായത് ഈ രണ്ട് അപ്പത്തിലും കറക്റ്റ് കയറുന്ന രീതിയിൽ കോർത്തെടുക്കണം. അതുപോലെ തന്നെ നമ്മളിത് ഇലയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇലയുടെ ബാക്ക് സൈഡിൽ മാവ് വെച്ചാലും കുഴപ്പമില്ല, മുന്നിൽ മാവ് വെച്ചാലും കുഴപ്പമില്ല. എങ്ങനെ വെച്ചാലും അതിന് കുഴപ്പമില്ല. വേണമെങ്കിൽ ഇലയുടെ മുന്നിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇലയുടെ പിന്നിൽ വയ്ക്കാം. എങ്ങനെ വേണം മാവ് ഇതിൽ നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഇലയുടെ വലിപ്പത്തിനും നമ്മൾ എടുക്കുന്ന മാവിൻ്റെ അളവിനും അനുസരിച്ച് ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു 3 എണ്ണം വേണമെങ്കിലും 3 അപ്പം വേണമെങ്കിലും ഒരു ഇലയിൽ അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് കാണിച്ചില്ല. ഇതാണല്ലേ, ഇതുപോലെ നമുക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ ഏകദേശം ഈ ഭാഗത്താണ് നമ്മൾ തട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനേക്കാളും താഴ്ന്നിരിക്കണം. വെള്ളം തീരെ കുറയാനും പാടില്ല. എന്ന് വെച്ചാൽ ഈ തട്ടിൻ്റെ നമുക്ക് ഏകദേശം 3/4 ഭാഗം വരെയൊക്കെ വെള്ളം ഒഴിക്കാൻ പറ്റും. ഉദാഹരണം നമ്മളിങ്ങനെ ഇഡ്ഡലി പാത്രം വെച്ചാൽ ഇഡ്ഡലി പാത്രത്തിൻ്റെ മേളിലേക്ക് ഇത് വെള്ളം വരാൻ പാടില്ല. ഇഡ്ഡലി പാത്രത്തിൻ്റെ ഈ തട്ടിൽ വെള്ളം മുട്ടി നിൽക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ വെള്ളം വയ്ക്കണം. ഇപ്പോൾ ഏകദേശം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തട്ട് വച്ചതിന് ശേഷം ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ എടുത്തു വെച്ച തെരളിയപ്പത്തിനെ എടുത്ത് വയ്ക്കാം. നമ്മളെടുത്ത ഈ ഇലയപ്പം ഇതാണല്ലേ, ഈ തെരളിയപ്പം ഇതുപോലെ ഇത് പൊട്ടാതെ വേണം വയ്ക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഈർക്കിൽ പിടിച്ചിട്ടാണ് ഇത് എടുക്കുന്നത്. ആ സമയത്ത് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം പോയി. അപ്പോൾ ഇത് പൊട്ടാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് മടക്കി വയ്ക്കണം. ഏകദേശം മീഡിയം ഫ്ലെയിമിൽ തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇഡലി പാത്രം അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി തെരളിയപ്പം വെന്തോന്ന് അറിയാനായിട്ട് ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ വൃത്തിയാക്കിയ ഒരു ഈർക്കിലോ വെച്ചിട്ട് ഇതിലൊന്ന് കുത്തി നോക്കിയാൽ മതി. കുത്തി നോക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഇതിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തെരളിയപ്പം വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എന്തായാലും ഇതിൽ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല, അപ്പോൾ ഇത് തെരളിയപ്പം വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം പയ്യെ കൈ പൊള്ളാതെ തെരളിയപ്പം നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് എടുത്തു മാറ്റുമ്പോഴും പരമാവധി ഈർക്കിലിൽ പിടിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈർക്കിൽ പൊട്ടാതെ നോക്കിക്കൊള്ളണം. ഈർക്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ എല്ലാം പോയി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അഥവാ ഈർക്കിൽ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഞെട്ടുണ്ടല്ലോ, അതായത് ഈ ഞെട്ട് വരുന്ന ഭാഗം ഇത് നന്നായിട്ട് ടൈറ്റാക്കി വെച്ച് ഈ ഞെട്ട് ഭാഗം ഇങ്ങനെ ഈ മാവിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ അതങ്ങ് ഇരുന്നോളും. ഇങ്ങനെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.